ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ക്യാരറ്റ് പുട്ടുണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് റെഡിമെയ്ഡ് പുട്ടുപൊടി എടുക്കാം, ഇല്ലെങ്കിൽ അരി പൊടിപ്പിച്ചതാണെങ്കിലും എടുക്കാം കേട്ടോ. 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ. ആവശ്യത്തിന് തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിനമൺ പൗഡറാണ്. ഇതിവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. നമ്മുടെ സാധാരണ കറുവാപ്പട്ട പൊടിച്ചതാണിത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പൊടിയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനിടാം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പം ഇതിവിടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പാൽപമായി വെള്ളമൊഴിച്ച് സാധാരണ പുട്ടുപൊടി നനച്ചെടുക്കുന്നത് പോലെ നനച്ചെടുക്കാം. നമുക്ക് കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം കേട്ടോ. മുഴുവൻ വെള്ളവും കൂടി ഒഴിക്കരുത്, അല്പാൽപമായി എടുത്ത് നമുക്ക് നനച്ചെടുക്കണം. ഈ പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടണം. സാധാരണ പുട്ടിൻ്റെ പൊടിക്ക് നനയ്ക്കുന്ന അത്രയും നനയുകയും വേണ്ട. ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ പുട്ടുപൊടി അത്യാവശ്യത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ നനച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ നനച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നനച്ച് വെച്ചപ്പം അത്യാവശ്യം നനവുണ്ടായിരുന്നു. ഇതിപ്പം നല്ലതുപോലെ ഈ പൊടി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ജസ്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ക്യാരറ്റ് അല്പാൽപ്പമായിട്ടിട്ട് നനച്ച് എടുക്കണം. ക്യാരറ്റിന് നല്ല ജ്യൂസി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും ക്യാരറ്റ് വേണ്ടി വരില്ല, ചിലപ്പോൾ ഇത് കൂടുതലും വേണ്ടി വരാം. അതുകൊണ്ട് അത് ക്യാരറ്റിൻ്റെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് പതുക്കെ കുറച്ചീശ വെച്ചിട്ടേ നമ്മൾ ഈ പുട്ട് നനച്ച് എടുക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ പുട്ടിൻ്റെ പൊടി നന്നായിട്ട് നനച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, അത് ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമുക്ക് നന്നപോലെ നനച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആക്ച്വലി 2 കപ്പ് പുട്ടുപൊടിക്ക് 2 കപ്പ് ക്യാരറ്റ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പുട്ടിൻ്റെ പൊടിയുടെ അനുസരിച്ച് നനവിലൊക്കെ വ്യത്യാസം വരും. അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് നമുക്ക് സാധാരണ പുട്ട് ആവിയിൽ വേവിക്കുന്ന പോലെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് പിന്നീട് തേങ്ങ ഇട്ട് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ, തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്